അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ നല്ല എല്ല് കിട്ടിയിട്ടുണ്ട്. ഞാനിത് കഴുകി വാരി വെള്ളം പാരാൻ വേണ്ടിയിട്ട് ചെറിയൊരു കണ്ണിയുള്ള അരിപ്പ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട മസാല എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, സവാള, കറിവേപ്പില, പച്ചമുളക് ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് സവാള ഒന്ന് വഴറ്റി പൊടികളൊക്കെ മൂപ്പിച്ച് കറി വെക്കാവേ. നല്ല നെയ്യുള്ള എല്ലാണേ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ. വെളിച്ചെണ്ണയാണേ. ഉള്ളി വഴറ്റാൻ വെച്ചേ. ഞാനിവിടെ ആവശ്യമായ പൊടി മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂണ്, മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ എടുത്തോളൂ, കാരണം നല്ല എരിവാണ്. പിന്നെ ഇത് മീറ്റ് മസാല ഒരു 3 സ്പൂണുണ്ട്. പിന്നെ ഗരം മസാല. ഇത്രയാണ് ഞാൻ ആവശ്യമായ പൊടികൾ എടുത്തേക്കുന്നത്. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ, കമൻറ്റ് ചെയ്യണേ, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സവാള ഈ രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി പൊടി എടുത്ത് വെച്ചേക്കുന്ന പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഈ നടുക്കൊന്ന് മാറ്റി വെച്ച് നമുക്ക് ഈ നടുക്കോട്ട് പൊടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാനാണേ. അതാകുമ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടും. അതിനാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കാവേ. നല്ല രീതിയിൽ പൊടി പച്ചമണം മാറുന്നതോടെ വരെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് എല്ലൊക്കെ ഇട്ട് നല്ലോണം തിരുമ്മി കറി വെക്കാവേ. തിരുമ്മി കറി വെക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മൊത്തം അരപ്പൊക്കെ പിടിച്ച്. പിന്നെ ഞാൻ കപ്പയിലേക്ക് വേണ്ട അരപ്പും കൂടെ ഈ കൂടെ ചേർത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഇളക്കി തിരുമ്മി ഇട്ടുണ്ട്. തിരുമ്മി വെച്ച് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു ഞാൻ തിരുമ്മിയിട്ടേ. കുക്കറിലായതുകൊണ്ട് ഒത്തിരി വെള്ളം വേണ്ട. അതുകൊണ്ട് ഇന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ. നല്ല ഉണക്കക്കപ്പ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിവിടെ ഉണക്കക്കപ്പ, വാട്ടുകപ്പ എന്നൊക്കെ പറയുവേ. കപ്പ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റെഡിയാക്കി നോക്കാം. ഇവിടെ നല്ലോണം കഴുകി തൊലിയൊക്കെ കളഞ്ഞ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കപ്പയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാൻ 2-3 ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട, ഒരു ജാതിപത്രി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളി, ഇച്ചിരി കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് തേങ്ങ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുത്തിട്ടരയ്ക്കാം, അതാണ് നല്ലത് എല്ലുങ്കപ്പയ്ക്ക്. തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. നല്ലോണം ചുമന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ കൂടെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കപ്പ തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് ചെറുങ്ങനെ ഒന്ന് ഒതുക്കി കപ്പയിലിട്ട് ഇളക്കിയെടുക്കാവേ. പിന്നെ ഞാനിവിടെ മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ തേങ്ങ വറുത്ത് വെച്ചില്ലേ, അത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു കൊടുക്കാം. ഒന്ന് അരയ്ക്കുമല്ല, ഒന്ന് ഒതുക്കിയെടുക്കാം. ഈ രീതിയിൽ ഞാൻ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കപ്പ ഇവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പേ. എന്നിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് ആവി കയറ്റിയിട്ട് അരപ്പൊന്ന് മൂപ്പിച്ച് കപ്പയിലിട്ടിട്ടേ ഒന്ന് പച്ചമണം മാറാൻ ഒന്ന് ആവി കയറ്റാം. എന്നിട്ട് നമുക്ക് കപ്പ ഇളക്കി മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് എല്ലിട്ടിട്ട് നല്ലോണം ഇളക്കണം. കാണിച്ചു തരാം ഞാൻ. ആർക്കൊക്കെ കപ്പ ബിരിയാണി ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണേ. കപ്പ നല്ല രീതിയിൽ ഇളക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി കറിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുക്കാവേ. എല്ലുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കപ്പയിലേക്ക് ഇട്ട് മിക്സാക്കാം. അപ്പം നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒരു രക്ഷയില്ല, കണ്ടിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് വേഗം ഒന്ന് കഴിച്ചു നോക്കാവേ. പിന്നെ ഇനി വൈൻഡപ്പും കൂടെ ചെയ്തേക്കാം ഈ കൂടെ തന്നെ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണേ കപ്പ ബിരിയാണിയെ. എത്ര പേർക്ക് കപ്പ ബിരിയാണി ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ടാറ്റാ. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ? സൂപ്പറാടാ. ടാറ്റ പറഞ്ഞേ എല്ലാവർക്കും. ഉമ്മയും കൊടുത്തേ.